ിരിക്കുന്നത് PSCയിലെല്ലാം ചോദിക്കുന്ന ഒരു പോർഷനാണ്. നമ്മുടെ വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ച്. ഉപരാഷ്ട്രപതി കഴിഞ്ഞ PSC ക്വസ്റ്റ്യനുകളിലെല്ലാം ആവർത്തിച്ച് കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. ഉപരാഷ്ട്രപതിയെ പറ്റി ഒരു ചോദ്യം. അപ്പോൾ ഇനി വരുന്ന എക്സാമുകൾക്കും ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കും എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ ഒരു ഏരിയയാണ് അത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് 16ാമത്തെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ ഈയിടെയായിട്ട് രാജിവെച്ചു. അപ്പോൾ ഇനി വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ വർഷം നടക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ അടുത്ത വർഷവും നടക്കാൻ പോകുന്നതുമായ PSC എക്സാമുകൾക്ക് ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും ഉപരാഷ്ട്രപതിയെ പറ്റി. അപ്പോൾ നമുക്ക് നോക്കാം. വൈസ് പ്രസിഡൻറ്റ്. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 63. അപ്പോൾ ആർട്ടിക്കിൾ 63 പറയുന്നത് എന്താണ്? ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 63. ഓക്കെ. രാഷ്ട്രപതി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ആളാണ് ഉപരാഷ്ട്രപതി. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ആളാണ് രാഷ്ട്രപതി. രാഷ്ട്രപതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ആളാരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ കൂടിയാണ് ഉപരാഷ്ട്രപതി. അപ്പോൾ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ഉപരാഷ്ട്രപതി. അപ്പോൾ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ലോകസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് വൈസിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അത് ശ്രദ്ധിച്ച്, രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 64. അപ്പോൾ ആർട്ടിക്കിൾ 63, 64 ഈ രണ്ട് ആർട്ടിക്കിളും ഉപരാഷ്ട്രപതിയെ പറ്റി പറയുന്നതാണ്. ആർട്ടിക്കിൾ 64 എന്ന് പറയുന്നത് പ്രസിഡൻറ്റിൻ്റെ ചുമതലകൾ നിർവഹിക്കാനോ തൽക്കാലത്തേക്ക് ആ സ്ഥാനത്തേക്ക് പ്രവർത്തിക്കാനോ ഉപരാഷ്ട്രപതി അധികാരമുണ്ട്. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ചുമതല നിർവഹിക്കാനോ തൽക്കാലത്തേന് ആ സ്ഥാനത്തേക്ക് പ്രവർത്തിക്കാനോ ഉപരാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 64. അപ്പോൾ ആർട്ടിക്കിൾ 63 എന്ന് പറയുന്നത് ഇന്ത്യക്കൊരു ഉപരാഷ്ട്രപതി വേണമെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 64 എന്ന് പറയുന്നത് പ്രസിഡൻറ്റിൻ്റെ ചുമതലകൾ നിർവഹിക്കാനോ തൽക്കാലത്തേക്ക് ആ സ്ഥാനത്തേക്ക് പ്രവർത്തിക്കാനോ ഉപരാഷ്ട്രപതിക്ക് അധികാരമുണ്ടെന്ന് പറയുന്നതാണ്. നെക്സ്റ്റാണ് രാഷ്ട്രപതിയുടെ മരണം അല്ലെങ്കിൽ രാജി അല്ലെങ്കിൽ സ്ഥാനനഷ്ടം എന്നിവയോ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ വൈസ് പ്രസിഡൻറ്റ് എന്തായിട്ട് മാറും? ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് മാറും. അപ്പം എപ്പോഴാണ് വൈസ് പ്രസിഡൻ്റ് ഒരു ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് മാറുന്നത്? രാഷ്ട്രപതിയുടെ മരണം സംഭവിക്കുകയോ രാജിവെക്കുകയോ അല്ലെങ്കിൽ സ്ഥാനനഷ്ടം സംഭവിക്കുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലാണ് ഉപരാഷ്ട്രപതി ഒരു ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് മാറുന്നത്. ഈ കാലയളവിൽ പ്രസിഡൻറ്റ് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ആക്ടിംഗ് പ്രസിഡൻറ്റിന് ഉണ്ടാകും. അപ്പോൾ ഈ ആക്ടിംഗ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന ആ ഒരു കാലയളവിൽ ഒരു രാഷ്ട്രപതിക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും തന്നെ ആർക്കും ഉണ്ടാകും? ഉപരാഷ്ട്രപതിക്കും ഉണ്ടാകും. ഓക്കെ. നെക്സ്റ്റാണ് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. പാർലമെൻറ്റിലെ ഇരു സഭകളിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജാണ്. ഓക്കെ. ഇലക്ട്രൽ കോളേജാണ്. അപ്പോൾ ഇലക്ട്രൽ കോളേജ് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലെ അംഗങ്ങൾക്കുണ്ടാവും. ഓക്കെ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ട്. വൈസ് പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾക്കും വോട്ടവകാശം ഉണ്ട്. ഇനി ആനുപാതിക പ്രാതിനിധ്യപ്രകാരം കൈമാറ്റം ചെയ്യാവുന്ന ഒറ്റ വോട്ട് സമ്പ്രദായത്തിലാണ് വോട്ട് നടക്കുന്നത്. ഓക്കെ. ആനുപാതിക പ്രാതിനിധ്യപ്രകാരം കൈമാറ്റം ചെയ്യാവുന്ന ഒറ്റ വോട്ട് സമ്പ്രദായത്തിലാണ് വൈസ് പ്രസിഡൻറ്റ്
തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ വൈസ് പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? വൈസ് പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഇലക്ട്രൽ കോളേജാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾക്ക് വോട്ടവകാശമുണ്ട്. ആനുപാതിക പ്രാതിനിധ്യപ്രകാരം കൈമാറ്റം ചെയ്യാവുന്ന ഒരൊറ്റ വോട്ട് സമ്പ്രദായത്തിലാണ് വോട്ട് നടക്കുന്നത്. ഇനി യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ പൗരനായിരിക്കണം. വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ട യോഗ്യതകൾ എന്താണ്? ഒന്നാമത്തെ, ഇന്ത്യൻ പൗരനായിരിക്കണം. ഏജ് ലിമിറ്റോ 35 വയസ്സാണ്. രാജ്യസഭാംഗമാകാൻ വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം. അതുപോലെ രാജ്യസഭാംഗമാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ യോഗ്യതകളും ഉപരാഷ്ട്രപതി ആവാൻ പോകുന്ന വ്യക്തിക്കും ഉണ്ടായിരിക്കണം. ഇനി ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. ഓക്കെ, അപ്പോൾ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് വേണം, രാജ്യസഭാംഗമാകാൻ വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം, കാലാവധി 5 വർഷം. പ്രസിഡൻറ്റ് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് പ്രസിഡൻറ്റിന് മുമ്പാകെ. അപ്പം ഉപരാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ആരുടെ മുമ്പാകെയാണ്? പ്രസിഡൻറ്റിന് മുമ്പാകെയാണ്. ഓക്കെ, പ്രസിഡൻറ്റ് ആരുടെ മുമ്പാകെയാ? രാഷ്ട്രപതി ആരുടെ മുമ്പാകെയാ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്. അപ്പോൾ പ്രസിഡൻറ്റിന് സത്യവാങ്മൂലം, അതായത് രാഷ്ട്രപതിക്ക് സത്യവാങ്മൂലം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. പക്ഷേ പ്രസിഡൻറ്റിന് മുമ്പാകെയാണ് വൈസ് പ്രസിഡൻറ്റ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ഇനി ഉപരാഷ്ട്രപതി പുറത്താക്കാനുള്ള അധികാരം ഭരണഘടന നൽകുന്നുണ്ട്. ഇനി ഉപരാഷ്ട്രപതിയെ പുറത്താക്കണമെങ്കിൽ അതിന് ഭരണഘടന നൽകുന്നുണ്ട് ആ ഒരു അധികാരം. ഇനി ഉപരാഷ്ട്രപതിയുടെ സാലറി എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. ഉപരാഷ്ട്രപതിയുടെ വസതി ഉപരാഷ്ട്രപതി ഭവനാണ് ഉപരാഷ്ട്രപതിയുടെ വസതി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ 16ാമത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു ജഗദീപ് ധൻകർ. അപ്പോൾ ഈ ഇടയ്ക്ക് റീസെൻ്റായിട്ട് അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞ ആളാണ് ജഗദീപ് ധൻകർ. അത് ഇന്ത്യയുടെ 16ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. ഓക്കെ, പക്ഷേ എത്രാമത്തെ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ 14ാമത്തെ വ്യക്തിയാണ്. പക്ഷേ 16ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ 2 പേര് 2 തവണയായിട്ട് 2 വർഷം അടുപ്പിച്ച് ഉപരാഷ്ട്രപതി സ്ഥാനം നിർവഹിച്ചതുകൊണ്ടാണ് വ്യക്തികളുടെ എണ്ണം എടുക്കുമ്പോൾ 14ആവുന്നത്. ഓക്കെ, ഇനി ആദ്യത്തെ വൈസ് പ്രസിഡൻ്റ് ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം വൈസ് പ്രസിഡൻ്റ് ആയിരുന്നത് മുഹമ്മദ് ഹമീദ് അൻസാരി. ഏറ്റവും കുറഞ്ഞ കാലമോ വി ഗിരി. ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായത് രാധാകൃഷ്ണൻ. വൈസ് പ്രസിഡൻ്റ് സ്ഥാനം രാജിവെച്ച ആദ്യത്തെ വ്യക്തിയാണ് വി ഗിരി. മലയാളിയായ വൈസ് പ്രസിഡൻ്റ് KR നാരായണൻ. വൈസ് പ്രസിഡൻ്റ് ആയിരിക്കെ മരിച്ചുപോയ അല്ലെങ്കിൽ അന്തരിച്ച ആളാണ് കൃഷ്ണകാന്ത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. നമ്മുടെ ഇന്ത്യയുടെ 16ാമത്തെ ഉപരാഷ്ട്രപതി ചോദിച്ചാൽ ജഗദീപ് ധൻകർ. അദ്ദേഹം 14ാമത്തെ വ്യക്തിയാണ്. ആദ്യത്തെ വൈസ് പ്രസിഡൻറ്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ചത് മുഹമ്മദ് ഹമീദ് അൻസാരി. ഏറ്റവും കുറഞ്ഞ കാലം വി ഗിരി. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. വൈസ് പ്രസിഡൻറ്റ് സ്ഥാനം രാജിവെച്ച ആദ്യത്തെ വ്യക്തിയായിരുന്നു വി ഗിരി. ഏറ്റവും കുറച്ച് കാലം ഉപരാഷ്ട്രപതി സ്ഥാനം വരുന്നതും വി ഗിരിയാണ്. അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തത്. ഇനി മലയാളിയായ ഉപരാഷ്ട്രപതി ആരായിരുന്നു? KR നാരായണൻ. വൈസ് പ്രസിഡൻ്റ് ആയിരിക്കെ അന്തരിച്ച വ്യക്തി കൃഷ്ണകാന്ത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഉപരാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ. ഓക്കെ.